നമസ്കാരം. കാസർഗോഡ് പൈവളികയിൽ 26 ദിവസം മുൻപ് കാണാതായ 15-കാരിയുടെയും അയൽവാസിയുടെയും മരണം ആത്മഹത്യ തന്നെയെന്ന് വ്യക്തമായി. ഇതിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. ഇതിനൊപ്പം തന്നെ ഏറ്റവും നിർണായകമായി കേട്ട വിവരം മൃതദേഹങ്ങൾക്ക് 3 ആഴ്ച പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ലഭിക്കുമെന്ന് അധികൃതർ പറയുന്നു. ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്കും അയച്ചിട്ടുണ്ട്. പൈവളിക സ്വദേശിയായ 10ാം ക്ലാസ്സുകാരിയെയും അയൽവാസി പ്രദീപിനെയും 26 ദിവസം മുൻപാണ് കാണാതായത്. ഞായറാഴ്ച രാവിലെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു. ഇരുവർക്കുമായി പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. സംഭവത്തിൽ ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചു. ഒരു VIP-യുടെ മകളായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെയാണോ വിഷയം കൈകാര്യം ചെയ്യുക എന്നും കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ നാളെ കേസ് ഡയറിയുമായി കോടതി മുൻപാകെ ഹാജരാകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ കൃത്യമായ പോലീസ് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം. ജീവനൊടുക്കിയ 42-കാരനായ പ്രദീപ് അവിവാഹിതനായിരുന്നു, ഓട്ടോ ഡ്രൈവറുമായിരുന്നു. ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. പക്ഷേ എന്തിനാണ് ഇരുവരും ജീവനൊടുക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 20 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് പോലീസിനെതിരെ ഉയരുന്നത്. പെൺകുട്ടിക്ക് വേണ്ടി ആവശ്യമായ രീതിയിൽ പോലീസ് തെരച്ചിൽ നടത്തിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടമൊക്കെ നടന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹം അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷമാണോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ കണ്ട സ്ഥലത്ത് ചോക്ലേറ്റും കത്തിയും പൊട്ടിയ മൊബൈലും കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഈ ഫോണുകൾ പരിശോധിച്ചാൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രദീപിന്. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് പെൺകുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. പ്രദീപിനെ സംശയമുണ്ടായിട്ടില്ല. മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് നാട്ടുകാർ മരിച്ച പ്രദീപിനെതിരെ സ്കൂളിൽ പരാതി നൽകിയ സംഭവമുണ്ട്. പ്രദീപ് പലപ്പോഴായി പെൺകുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരുടെ ഇടപെടൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ അന്ന് ചൈൽഡ് ലൈനും ഇടപെട്ടിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുവരും തമ്മിൽ സൗഹൃദം മാത്രമാണുള്ളതെന്ന് പ്രദീപ് സ്കൂളിൽ പറയിപ്പിക്കുകയായിരുന്നു. പരാതിയും പിൻവലിച്ചു. അന്ന് കൃത്യമായി നടപടിയെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു സംഭവം നടക്കുമായിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. പൈവളിക സ്വദേശിയായ 10ാം ക്ലാസ്സുകാരിയെ അയൽവാസിയായ പ്രദീപിനെ 26 ദിവസം മുൻപാണ് കാണാതായത്. ഫെബ്രുവരി 12-ന് പുലർച്ചെ വീട്ടിൽ നിന്നും കാണാതായ 15-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ദിവസങ്ങളോളം നാട് മുഴുവൻ. ഞായറാഴ്ച രാവിലെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും 200 മീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.